ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം തന്നെയായിരുന്നു ഇന്നും മുഖ്യമന്ത്രി ഉയർത്തിയത്. ബി.ജെ.പിയെ താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷകൾ പലത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം തിരഞ്ഞെടുപ്പ് അനുകൂലമാക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. പൗരത്വ നിയമ ഭേദഗതി കാര്യമായി ഉയർത്തിയതോടെ ബി.ജെ.പിക്ക് ബദൽ തങ്ങളെന്ന ചിന്ത 2019 സീറ്റുറപ്പിക്കുമെന്ന് ഇടത് ക്യാമ്പും പ്രതീക്ഷ പുലർത്തുന്നു. പ്രധാനമന്ത്രിയടക്കം നിരവധി തവണ എത്തിയ പ്രചാരണ തന്ത്രം ഫലം കാണുമെന്നാണ് ബി.ജെ.പിയുടെ ചിന്ത. പ്രചാരണ വിഷയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ഉയർത്തിയത് പൗരത്വ നിയമ ഭേദഗതിയാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പൗരത്വ നിയമ വിഷയത്തിൽ മൗനമെന്ന് മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? രാഹുൽ ഗാന്ധി കേരളത്തിലെ ലോക്കൽ നേതാക്കളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുവെന്നായിരുന്നു പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ പ്രതികരണം. പ്രധാനമന്ത്രി പച്ചയായ വർഗീയത പറയുന്നുവെന്നും ഇനിയും ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ ഇനിയൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം മുൻ LDF MPയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ച് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണം നടത്തിയതിൽ പ്രതികരണവുമായി ഇന്നസെന്റിന്റെ കുടുംബവും രംഗത്തെത്തി. ഫ്ലെക്സ് ബോർഡ് വെച്ചത് കുടുംബത്തിന്റെ അറിവോടെയല്ലെന്നും പരാതി നൽകുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.